പൊരിക്കരിച്ചുമ്പോൾ പെണ്ണുങ്ങൾ പൊരിയില്ലാത്തൊരു കാലം അടുത്ത് വരും. ഓളമേൽ ശകാരിച്ചാൽ പോലും 6 മാസം ശകാരിച്ചതിന് വലിയ ജയിലിൽ കിടക്കേണ്ടി വരും. അവളെ ശകാരിച്ചാൽ ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പോൾ നട്ടപ്പാതിരെ 2 മണിക്ക് കയറി വരുമ്പോൾ വെരി ഗ്ലാഡ് ടു മീറ്റ് യു എന്ന് പറയലാണ് നല്ലത്. നിങ്ങളെ കാണാൻ കിട്ടിയതിൻ്റെ ഭാഗ്യമാണ് എന്ന് പറയുന്നത് നല്ലതാണ്. മനസ്സിലായി പറഞ്ഞ് ചിന്തിക്കുക. അപ്പം നമ്മളെ എന്തിനേക്കാൾ ഇതൊക്കെയിൽപ്പെടും. ഒരു മുഅ്മിനായ മനുഷ്യത്തിനോടൊന്നും പ്രേമല്ല, ഭാര്യയോട് പ്രേമല്ല, ഉണ്ട്. അല്ലാഹു റസൂൽ ഉള്ളടങ്ങണം. മക്കളോട് പ്രേമല്ല, ഉണ്ട്. അല്ലാഹു റസൂൽ ഉള്ളടങ്ങണം. വസ്തുക്കളോട് പ്രേമല്ലേ, ഉണ്ട്. അല്ലാഹു റസൂലിന് ഉള്ളടങ്ങണം. ഇല്ലെങ്കില്ല. ഒപ്പമുള്ള കുട്ടികളെല്ലാം ക്രോപ്പ് വിട്ട് എൻ്റെ ജീവിതത്തിൽ ഓർമ്മയില്ല. തമല്ലക ബഅലുഹുബിക കുല്ല ഖൽബി വഇൻ തുരിദി സിയാദത ഹാതി ഖൽബാ. തമല്ലക ബഅലുഹുബിക, നിന്നോടുള്ള പ്രേമത്തിന്റെ അല്പഭാഗം പോലും അധികാരം നേടിക്കഴിഞ്ഞു. കുല്ല ഖൽബി, എൻ്റെ കൽബ് നിറയെ. അതായത് നിന്നോടുള്ള പ്രേമത്തിന്റെ കുറച്ച് കയറിയപ്പോഴത്തിന് എൻ്റെ കൽബ് നിറഞ്ഞു. വഇൻ തുരിദി സിയാദ, നീ കുറച്ചും കൂടി നിന്നെ പ്രേമിക്കണമെന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യ കൽബൻ, വേറൊരു കൽബിനുണ്ട്, നടക്കൂല. കവികളുടെ ആലങ്കാരികതയാണ് അതൊക്കെ. തമല്ലക ബഅലുഹുബിക കുല്ല ഖൽബി, എൻ്റെ ഹൃദയം മുഴുവനും നിന്നോടുള്ള പ്രേമത്തിന്റെ അല്പഭാഗം വെച്ചപ്പോഴത്തിന് എൻ്റെ കൽബ് നിറഞ്ഞു. വഇൻ തുരിദി സിയാദ, നീ കൂടുതൽ നിന്നെ പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യ കൽബൻ, ഈ പെരി പോയി വരുമ്പോൾ ഞാൻ ഒരു കൽബും കൂടി ബാബാപ്പാനെ കൊടുത്ത് വാങ്ങിക്കോ. ഒരാൾ തൻ്റെ സഹധർമ്മിണിയോട് പറഞ്ഞു, എന്നോടുള്ള പ്രേമത്തിന്റെ അല്പം തന്നെ എൻ്റെ കൽബ് നിറച്ചു കഴിഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് പ്രേമം വേണോ, ഈ കൽബ് കൊണ്ടുവരണം, എനിക്ക് കൽബ് കിട്ടാല്ല. അതാണ് വിദാദുൻ സഫി. ഇനി അതിനപ്പുറത്തേക്ക് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവന് സാധനമില്ല. ഇതാണ് വിദാദുൻ സഫി. ഇതാണ് ശുദ്ധമായ പ്രേമം. വേറെ ആളോട് വെക്കാൻ കഴിയില്ല. പലതിനോട് പ്രേമുണ്ടായിരുന്നു, അതൊക്കെ വലിച്ചോട് ഒഴിവാക്കി റസൂലുള്ളാഹിനെ കയറ്റിച്ചു. ലാത്തയോടും ഉസ്സയോടും ഹുബുലൂനോടും, മനസ്സിലായില്ലേ, എല്ലാവരോടും പ്രേമുണ്ടായിരുന്നു, അതൊക്കെ വലിച്ചെറിഞ്ഞു. മഹിമ, ചില തറവാട്ട് മഹിമകളോടുണ്ടായിരുന്നു, പണത്തിന്റെ ചില പ്രൗഢികളോടുണ്ടായിരുന്നു. പിന്നെ അവരുടെ നിത്യജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാത്തിനോടും അവർക്ക് പ്രേമുണ്ടായിരുന്നു. ഹബീബായ നബി അവരെ കൽബിലേക്ക് കയറുമ്പോൾ അവരാ സാധനം മുഴുവനും വലിച്ചിടും. അതിനാണല്ലോ പുതിയൊരു സാധനം കയറ്റാം. പുതിയ ചെറുക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ആദായ വിൽപ്പന. ആദായ വിൽപ്പന എന്താണ്? പകുതി വിലക്ക്, ചിലത് 20%, 20%-ത്തിനാണ് വിൽക്കുന്നത്. 100 രൂപയുടെ സാധനം 20 രൂപയ്ക്ക് വെക്കും. 1000 രൂപയുടെ സാധനം 200 രൂപയ്ക്ക് വെക്കണം. ആദായ വിൽപ്പന, വരി ആദായ വിൽപ്പന. എന്തേ? പുതിയ സാധനം ഇറക്കാണ്ട്. പുതിയ സാധനം ഇറക്കുന്നതിന് മുമ്പ് ഇത് മുഴുവൻ ഒഴിവാക്കണം. പിന്നെ അവസാനം എന്ത് ചെയ്തു? ഒക്കെ കുറേ ജനങ്ങൾ വാരി വലിച്ചു കൊണ്ടുപോയി. പിന്നെ കുറച്ച് ബാക്കിയായി. അത് കച്ചവടിപ്പടിയാണ് ബാഗ് കൊണ്ടുപോയിട്ടിട്ട് കത്തിച്ച് ഒക്കെ ലെവലാക്കി. എന്നിട്ടാണ് എന്ത് ചെയ്തത്? പുതിയ സാധനം ഇറക്കിയത്. സ്വഹാബികൾ അങ്ങനെ ചെയ്തത്. സ്വഹാബികൾ അവരുടെ മാർക്കറ്റിൽ, ഹൃദയം എന്ന മാർക്കറ്റിൽ അക്കാലം വരെ ഉണ്ടായിരുന്ന മുഴുവനും സാധനത്തിനെ അവർ വലിച്ച് പുറത്തിട്ട് കത്തിച്ചു. എന്നിട്ട് അവരാരെ കയറ്റി? മുസ്തഫ നബിയെ കയറ്റി. ഇനി വേറെ ആളവർക്ക് കയറ്റാനോട് കഴിയില്ല. അങ്ങനെ അതാണ് പ്രേമം. അതാണ് വിദാദൻ സഫിയൻ ഫഹുവ നഹ്ജി വ മൗദിഖി. ഇനി എനിക്കും അങ്ങോട്ട് കയറ്റാൻ കഴിയില്ല. അങ്ങനെയല്ല, കുത്തിണ്ടല്ലോ. മാഹിന്ന് പെട്രോൾ അടിക്കുമ്പോണ്ട് ഒരു കുത്തൽ. ഇവിടുന്നൊക്കെ ആരെങ്കിലും പെട്രോൾ അടിക്കുകയാണെങ്കിൽ 1000 രൂപയൊക്കെ അടിച്ചാൽ തന്നെ വലിയ കറാമത്ത്. മാഹിന്ന് അടിക്കുകയാണെങ്കിലോ ഫുൾ ടാങ്ക് അടിച്ചോളൂ. ഫുൾ ടാങ്ക് അടിച്ചോ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യും? കുൽക്കും. പിന്നെ അങ്ങനെ വണ്ടി ഒന്ന് കുലിക്കുമ്പോൾ കുൽക്കും. എന്തേ? ചില സമയത്ത് 10, 14, 15 രൂപയൊക്കെ കമ്മി വരല്. ചില സമയത്ത് 10 രൂപ എന്താണ് കമ്മി വരും.
ചിലപ്പോൾ 14-15 അമീറിന് സംഘട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മളെ നാട്ടിലെ ഇതേ പെട്രോൾ തന്നെ അവിടെ 14-15 ഉറുപ്പ്യ കുറവാണ്. ഇവിടെ 100 ഉറുപ്പ്യയുടെ സമയത്ത് അവിടെ 85 ഉറുപ്പ്യ എടുത്താൽ മതി. ചിലപ്പോൾ അതിനും കുറവായി കിട്ടും. മനസ്സിലാണ്ട് പറഞ്ഞത്? അപ്പം എന്ത് കുലുക്കും, പിന്നെ ഇനി നിർവാഹമില്ല, ഈ പെട്രോളിലേക്ക് കയറൂല. ഇതന്നെ സ്വഹാബത്തിനും അതിനാണ് വിദാത്തു സഫി. ഇനി വേറൊരാളെ കയറ്റാൻ കഴിയില്ല. അങ്ങനെ ഒരു ഹൃദയത്തിൻ്റെ മുഴുവനും അവർ നിറച്ചു. അത് നൂരിയായ കേറല, കേവലം ഒരു മെറ്റീരിയലിൻ്റെ കേറലല്ല. ഒരാൾക്കൊരു കല്യാണം കഴിച്ച് അവളെ പ്രേമിച്ചാൽ തന്നെ വേറെ കല്യാണം കഴിച്ച് അവളെയും പ്രേമിക്കാൻ കഴിയും. പക്ഷെ റസൂലുള്ളാഹിനെ പ്രേമിക്കുന്ന ഒരു ലോകത്തേക്കാൾ എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് ഒന്നിനും പ്രേമിക്കാൻ പിന്നെ കഴിയില്ല. റസൂലുള്ളാഹിനെ മാത്രമേ പ്രേമിക്കാൻ കഴിയുള്ളൂ. പിന്നെ ആ പ്രേമത്തിൽ ഇതെല്ലാം ഉള്ളടങ്ങും. അതിലുള്ളടങ്ങിയിട്ടില്ലെങ്കിലോ ഇതില്ലേനും കഞ്ഞി കുടിക്കാൻ ഉദ്ദേശമുള്ള ആൾക്ക് വറ്റതിൻ്റെ ഉള്ളിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും കുടിക്കും. കഞ്ഞിൻ്റെ വെള്ളം കുടിച്ച് 4 വറ്റ് പെടുമ്പോൾ ഒരു കയ്യിൽ നിറയെ കഞ്ഞിയെടുത്ത് കുടിക്കണം. കുടിച്ച് വെള്ളം തീർന്നു. പിന്നെയോ ഞാൻ 2 അവസ്ഥയുള്ളൂ. എന്ത്? ഒന്നിരിക്കൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ബാക്കിയും കൂടി കഞ്ഞിയാക്കിയാണ് കുടിക്കും. ഇല്ലെങ്കിൽ ഇത് കൊണ്ടുവയ്ക്കും, എനിക്ക് മതി എന്ന് പറയും. എന്തുകൊണ്ട്? വറ്റ് മാത്രം കുടിക്കൂല, വെള്ളത്തിൽ ഉള്ളടങ്ങിയ വറ്റ കുടിച്ചിട്ടുണ്ട്. ഇനി അർത്ഥം വെച്ചാൽ ഇൻകാന ആബാവുക്കും ആയത്തിന് ഇനി അർത്ഥം വെച്ചോളാം. ബാപ്പ നബിയോടുള്ള പ്രേമത്തിൽ ഉള്ളടങ്ങണം. ഇല്ലെങ്കിലോ ബാപ്പ നബിൻ്റെ പ്രേമത്തിൽ ഉള്ളിപ്പെട്ടിട്ടില്ലെങ്കിൽ വിളിച്ചു പുറത്തേക്കിടും. ആര്? നബിയോടുള്ള പ്രേമത്തിൽ ബാപ്പ ഉള്ളടങ്ങിയിട്ടില്ലെങ്കിൽ ബാപ്പാനെ വലിച്ചു പുറത്തേക്കിടും. ആരെന്ന് ചോദിക്കണ്ടല്ലോ. ആരെ? നബിയോടുള്ള പ്രേമത്തിൽ ബാപ്പ ഉള്ളടങ്ങിയിട്ടില്ലെങ്കിൽ ബാപ്പാനെ ഒഴിവാക്കൂലേ? എവിടെ നിങ്ങളൊക്കെ വരുന്നത്? എന്ത് ഒഴിവാക്കൂലേ? എന്ത് മനുഷ്യന്മാരാണ് അർജുന. നബിയോടുള്ള പ്രേമത്തിൽ ബാപ്പ അടങ്ങിയിട്ടില്ലെങ്കിൽ ഒഴിവാക്കൂലേ? അബ്ദുല്ലാ ഇബ്നു ഉബയ്യിന്റെ മകൻ അബ്ദുള്ള ഒഴിവാക്കിയില്ലേ ബാപ്പാനെ? വാള് കാണിച്ചിട്ടല്ലേ മദീനയ്ക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞത്. മദീനത്തിൽ മനസ്സിലായില്ലേ? നമ്മൾ മദീനയിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ യോഗ്യന്മാർ നിന്യന്മാരെ പുറത്താക്കും പറഞ്ഞു. ആര് പറഞ്ഞു? അബ്ദുല്ലാ ഇബ്നു ഉബയ്യ് പറഞ്ഞു, മുനാഫിഖിന്റെ നേതാവ്. ആ യാത്രാ സംഘത്തിൽ അയാളുടെ മകനായ അബ്ദുള്ളയുണ്ട്. ബാപ്പാന്റെ പേരും അബ്ദുള്ള, മകന്റെ പേരും അബ്ദുള്ള. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ. ഇബ്നു സുലൂലിന്റെ മകനായ ഉബയ്യ്, മനസ്സിലായില്ലേ? ഉബയ്യ് ഇബ്നു സുലൂലിന്റെ മകനായ അബ്ദുള്ള മുനാഫിഖാണ്. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ. അയാളുടെ മകൻ അബ്ദുള്ള മുഅ്മിനുമാണ്. ലഇൻ റജഅനാ യഖൂലൂന ലഇൻ റജഅനാ ഇലൽ മദീന ലയുഖ്രിജന്ന മിൻഹൽ അഅസ്സു മിൻഹൽ അദൽ. നമ്മളെങ്ങാനും മദീനയിലേക്ക് തിരിച്ചെത്തിയാൽ യോഗ്യന്മാർ നിന്യന്മാരെ മദീനയിൽ നിന്ന് പുറത്താക്കെന്നെയും പറഞ്ഞു. ആര് പറഞ്ഞു? ഈ മുനാഫിഖിന്റെ നേതാവായ അബ്ദുല്ലാ ഇബ്നു ഉബയ്യ്. അപ്പോൾ അബ്ദുള്ള മകൻ കുതിരയെ അതിശ്രീക്രമം ഓടിച്ചു. ബാപ്പാന്റെ ഈ വർത്താനം കേട്ടപ്പോൾ അവിടുന്ന് ബാപ്പാനോടൊന്നും മിണ്ടില്ല. കാരണം ഇത് ഇവിടെ ഒന്നും പ്രശ്നമില്ല. പ്രശ്നം എവിടെയാണ്? മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ യോഗ്യന്മാര് നിന്യന്മാര് പുറത്താക്കുന്നല്ലേ പറഞ്ഞത്. എന്താണ് ആ പറഞ്ഞ വാക്കുകൊണ്ട് ബാപ്പ ഉദ്ദേശിച്ചത്? മക്കായിൽ നിന്ന് വന്ന അഭയാർത്ഥികളെ പുറത്താക്കുന്നല്ലേ? അപ്പൊ അവരുടെ നേതാവാരാ? റസൂലല്ലേ? പിന്നെ മുഹാജിരിങ്ങളല്ലേ? അപ്പൊ ആദ്യം ഇപ്പൊ ഇയാൾ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? പറയാ ഹബീബായ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാളുടെ മകനായ അബ്ദുള്ള ഓടി മദീന അതിർത്തിയിൽ നഗര കവാടത്തിൽ പോയി നിന്നു. ഓരോരുത്തരും ഇങ്ങനെ കയറിപ്പോയി. അയാളൊന്നും മിണ്ടിയില്ല. പിന്നെ ബാപ്പ അബ്ദുല്ലാ ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ വന്നു. വെള്ളം കട്ടി. ഇല്ല, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത്? യോഗ്യന്മാർ നിന്യന്മാരെ പുറത്താക്കുന്നു. യോഗ്യന്മാർ ഇവിടെ പോയി, ഞങ്ങൾ നിന്യനാണ്, നിങ്ങൾ നിന്യനാണ് ആളുകളാണ്. എന്തുകൊണ്ട്? നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദരിച്ച ആളെയാണ് നിങ്ങൾ നിന്ദിച്ച്. അപ്പം നിങ്ങൾ ആരായി? നിന്ദനായി. ഈ ലോകത്തൊരാൾക്കും ആളെ നിന്ദിക്കാൻ കഴിയില്ല.
ആ ആളെ നിങ്ങൾ നിന്ദിച്ചു, അതുകൊണ്ട് നിങ്ങൾ നിന്ദനായി. ആ ആൾ ഒരിക്കലും നിന്ദനാവൂല. പിന്നെ നിന്ദനാരെയാവൂ? ഒരിക്കലും നിന്ദിക്കപ്പെടാത്തൊരു വ്യക്തിയെ നിന്ദിച്ചാൽ നിന്ദിച്ചവനല്ലേ ആരാവുക? നിന്ദനാവുക നിങ്ങളാണ്. നിന്ദൻ കയറാൻ പറ്റൂല. അവിടെ തടഞ്ഞു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവിടെ തടഞ്ഞു. ഇപ്പം അവിടെ ഇപ്പം എന്തായി? പാപ്പാനെ പുറത്താക്കിയില്ലേ? എന്താണ് നിങ്ങൾ ഈ അന്തം വിട്ടിരിക്കുന്നത്? എന്താണ് പറഞ്ഞാൽ മനസ്സിലാക്കാത്തത്? ബാപ്പ നബിയോടുള്ള സ്നേഹത്തിൽ ഉള്ളടങ്ങിയാലേ ആരെ സ്വീകരിക്കൂ? എന്തത് അതല്ലേ ഈമാന്? പ്രേമം ഉണ്ടാവില്ല വാപ്പാനോട്. അതേസമയത്ത് ഒരു മാനുഷിക പരിഗണന വാപ്പ കൊടുത്തേക്കാം. ഒരു ശത്രുവിന് നമ്മളൊരു മാനുഷിക പരിഗണന നൽകൂലേ? ശത്രുവാണെങ്കിലും ഒരു നേരത്തെ വെള്ളത്തിന് കുഴങ്ങിയാൽ കൊടുക്കൂലേ? കൊടുക്കുമല്ലേ? അത് മാനുഷിക പരിഗണന. ഒരു നേരത്തെ അന്നത്തിന് കുടുങ്ങിയാൽ കൊടുക്കൂലേ? കൊടുക്കും. ഞാൻ പെണ്ണിന് കുടുങ്ങിയിട്ടുണ്ട്, ഒരു പെണ്ണടിച്ചേർന്ന എൻ്റെ ആളുകളോട് പറഞ്ഞു എന്ന് പറയും. അതിന് നമ്മൾ ഉത്തരവാദിത്തമല്ല. ഈ കഞ്ഞിക്കും ചോറിനും കുഴങ്ങിയോ ഞങ്ങളൊന്നോ? അതിനുള്ള പ്രേമല്ലേ നമ്മളൊരു ബാധ്യതയാണ്. എനിക്കൊരു പെണ്ണും കൂടി കെട്ടിയിരുന്നു, കഞ്ഞിയൊക്കെ കുടിച്ച് അതിൻ്റെ കൂട്ടാനും ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നോൻ എന്ത് പറഞ്ഞു? ഇനി എനിക്കൊരു പെണ്ണ് കെട്ടലാണ് ആവശ്യം. അതിന് വണ്ടി വിട്ടോ ഇവിടെ അടക്കൂലാറ്. അതിനുള്ള പരിപാടി ഇവിടെ ഇല്ല. ഞാൻ പോലത്തെ വന്നാൽ വരുന്നത്തെ കഞ്ഞി കൂട്ടാൻ കൊടുക്കും. ബസ്സൂലില്ലെങ്കിൽ എൻ്റെ ആളുകൾ അടുത്തെത്താനുള്ള ബസ്സൂലി ഞങ്ങൾ തരാം, അല്ലെങ്കിൽ ബസ്സരോട് പറഞ്ഞ് ഏൽപ്പിച്ച പൈസ കൊടുത്ത് കയറ്റിവിടും. ഇവിടെ ഇല്ല. ഇവിടെ ഈ ജാതി മാറാപ്പില്ല. അപ്പോൾ ഒരു മാനുഷിക പരിഗണന അവിടെ ആർക്കും കൊടുക്കും. ശത്രുവിന് കൊടുക്കുന്ന പരിഗണന ആർക്കും കൊടുക്കും. ബാപ്പ കൊടുക്കും. ബാപ്പ കുഴങ്ങിയ കാലാണ്. ബാപ്പൻ്റെ കയ്യിൽ 10 പൈസല്ല, 10 പൈസ കൊടുക്കും. ബാപ്പൻ്റെ കാര്യങ്ങൾ നടത്തി കൊടുക്കും. എന്ത് കൊടുക്കൂല? ഖൽബ് കൊടുക്കൂല. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും. മനസ്സിലായില്ലേ? പരിശുദ്ധ ഖുർആൻ ഷരീഫ് പറഞ്ഞില്ലേ? തൗബ അധ്യായത്തിൻ്റെ 24-ാമത്തെ ആയത്ത്. തൗബ അധ്യായത്തിൻ്റെ 24-ാമത്തെ ആയത്ത് എടുത്തോക്ക്. 24-ാമത്തെ ആയത്ത് നോക്ക്. തൗബ അധ്യായത്തിൻ്റെ 24. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. നിങ്ങളുടെ ബാപ്പമാര്, മക്കള്, സഹോദരങ്ങൾ, ഭാര്യ, സന്താനം, ഭാര്യമാർ, നിങ്ങളുടെ അശീറത്ത് കുടുംബങ്ങൾ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങൾ സമ്പത്ത്, നഷ്ടം വരുമോ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന കച്ചവടങ്ങൾ, ഭയപ്പെടുന്ന കച്ചവടങ്ങൾ, നിങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന വീടുകൾ, അതല്ലെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് അഹബ്ബ ഇലൈക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി, മിനല്ലാഹി, അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും ഇഷ്ടപ്പെട്ട, ജിഹാദിൻ ഫീ സബീലി, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും, അള്ളാഹുവിൻ്റെ മാർഗം, റസൂൽ കാണിച്ച മാർഗം, ആ മാർഗത്തിലുള്ള പരിശ്രമത്തെക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായാൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബി അംരി, അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നതിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഇത്തരം തമ്മാടികളെ അല്ലാഹു തആല നേർവഴിക്കാക്കുകയില്ല. ഇപ്പോൾ ഇവിടെ തമ്മാടികളാരാ? ഇവിടെ ഫാസിഖ് എന്നാണല്ലോ തമ്മാടി. ഇവിടെ തമ്മാടി ആരാ? പലിശ കൊടുത്തോനോ? ഇവിടെ തമ്മാടി ആരാ? പലിശ കൊടുത്തോനോ? പലിശൻ്റെ വർത്തനോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ ഈ ആയത്തിനനുസരിച്ച് തമ്മാടി ആരാ? വ്യഭിചരിച്ചോനോ? വ്യഭിചാരം ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ തമ്മാടി ആരാ? ബാപ്പയെ സ്നേഹിച്ചോൻ. ആരെക്കാൾ? റസൂലിനേക്കാൾ. പിന്നെ നബിയേക്കാൾ ബാപ്പയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്നേഹമില്ല മുഅ്മിന്. നബിയുടെ സ്നേഹത്തിൽ ഉള്ളടങ്ങിയ സ്നേഹം, നബിയുടെ സ്നേഹത്തിൽ ഉള്ളടങ്ങിയ മക്കൾ സ്നേഹം
നബിയോടുള്ള സ്നേഹത്തിൽ ഉള്ളടങ്ങിയ ഭാര്യ സ്നേഹം, നബിയോടുള്ള സ്നേഹത്തിൽ ഉള്ളടങ്ങിയ ലാഭം സ്നേഹം. അള്ളാഹു റസൂലിന് ഇഷ്ടപ്പെടാത്തൊരു ലാഭത്തെക്കുറിച്ച് ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു. എന്താ പറയാ? ഇവരാരോട് പറഞ്ഞു കൗല കണക്കൂല. എന്തുകൊണ്ട്? ആ ലാഭം എന്തിൽ ഉള്ളടങ്ങിയിട്ടില്ല? പറ കുട്ടി, എന്തിൽ? നബിയോടുള്ള സ്നേഹത്തിൽ അത് ഉള്ളടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ആ ലാഭത്തെ നമ്മളവിടെ ആ ലാഭത്തെ നമ്മളവിടെ സ്വീകരിക്കൂല. നബിയോടുള്ള സ്നേഹത്തെ ഉള്ളടങ്ങിയതേ സ്വീകരിക്കുള്ളൂ, ഉള്ളടങ്ങാത്ത സ്വീകരിക്കൂല. ബാപ്പയോടുള്ള സ്നേഹം അങ്ങനെ പറഞ്ഞല്ലോ നേരത്തെ. പ്രേമത്തിൽ എനിക്ക് ഉമ്മ കുൽസൂം മറിയമൊന്നുമില്ല, എനിക്ക് റസൂലുള്ളാഹിനോടേ പ്രേമമുള്ളൂ. അതിനപ്പുറക്കളെ ഞാനോട് ഒഴിവാക്കും. അപ്പോൾ ഉമ്മ കുൽസൂമിനോട് പ്രേമം നബി അതിൽ ഉള്ളടങ്ങണം. നബിയെ ഉമ്മ കുൽസൂം ഒഴിവാക്കിയാൽ ഞാൻ ഉമ്മ കുൽസൂമിനെ തലേന്ന് ഒഴിവാക്കും. മറിയമിനെ ഞാൻ ഒഴിവാക്കും. നബിയോടുള്ള ഉള്ളടങ്ങിയാൽ ഒഴിവാക്കും. നബിൻ്റെ രീതിയിലാണ് മറിയമിൻ്റെ പോക്കെങ്കിൽ സ്നേഹിക്കും, ഇല്ലെങ്കിലോ വണ്ടി വിടുക. മനസ്സിലായില്ലേ? പിന്നെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നബിയേക്കാൾ എന്ന വാക്കിന് പോലും ഇതൊക്കെ ആലങ്കാരിക പ്രകടനേ ഉള്ളൂ. നബിയിൽ ഉള്ളടങ്ങിയ സ്നേഹം സ്വീകരിക്കുള്ളൂ. പിന്നെ പരിഗണന, അത് മാനുഷിക പരിഗണന ഉണ്ടാവും, അതാർക്കും ഉണ്ടാവും. അത് പ്രേമത്തിന്റെ പേരിലല്ല, പരിഗണന. മനസ്സിലായില്ലേ? ചിന്തിക്കും. ഒരു മാനുഷിക പരിഗണന. നബിയെ വിമർശിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ നബിയെ ഇഷ്ടപ്പെടാത്ത വ്യക്തി, ഈ വ്യക്തിക്ക് ഒരു സമൂഹത്തിൽ നീതി കിട്ടിയില്ലെങ്കിൽ നീതിക്ക് വേണ്ടി ചിലപ്പോൾ ഒപ്പിട്ട് നമ്മളും കൊടുക്കും. സ്നേഹത്തിനല്ല, മാനുഷിക പരിഗണന. ആ വ്യക്തിക്ക് നീതി കിട്ടിയില്ല വേറൊരു വിഷയത്തിൽ. ആ നാട്ടിലെ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഇവൻ രാത്രി വന്ന് കയറിയിട്ട് ഒരു കോഴിനെ പിടിച്ചു. അപ്പോൾ നാട്ടിൽ ഇവനെ തല്ലിക്കൊല്ലാൻ തീരുമാനിച്ചു. അതിനെ നമ്മൾ കൂട്ടിക്കൂല. എന്തുകൊണ്ട്? കോഴിനെ പിടിച്ചവനെ തല്ലിക്കൊല്ലാൻ പാടില്ല. അതൊരു മാനുഷിക പരിഗണനയാണ്. പ്രേമല്ല. പ്രേമ ആരോടെ ഉള്ളൂ? അതിലുള്ളടങ്ങിയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളിവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറഞ്ഞ വാക്ക് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വമസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി. പിന്നെന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. തമ്മാടികൾക്ക് ഒരിക്കലും അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കില്ല. ഇവിടെ തമ്മാടി ആരാ? റസൂലുള്ളാഹിനേക്കാൾ ബാപ്പാനെ സ്നേഹിച്ചോൻ തമ്മാടിയാണ്. റസൂലുള്ളാഹിനേക്കാൾ മകളെ സ്നേഹിച്ചോൻ, റസൂലുള്ളാഹിനേക്കാൾ മകനെ സ്നേഹിച്ചവൻ, റസൂലുള്ളാഹിനേക്കാൾ ഭാര്യയെ സ്നേഹിച്ചവൻ, റസൂലുള്ളാഹിനേക്കാൾ ഭർത്താവിനെ സ്നേഹിച്ച പെണ്ണ്, റസൂലുള്ളാഹിനേക്കാൾ ധനത്തിനെ സ്നേഹിച്ച വ്യക്തി, ഇവരെല്ലാം ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഇത്തരം തമ്മാടികൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല. ഇവിടെ കള്ളുകൂടി വ്യഭിചാരം പറഞ്ഞിട്ടില്ല. ഇവിടെ എന്താ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ അവരെ സ്നേഹിച്ചു. ഇസ്ലാം നടക്കൂല. നോക്കൂ, നിങ്ങൾ ചിന്തിക്കിട്ട് ബിദാദൻ സഫിയൻ ഫഹുവ നഹ്ജി വമൗദിഖി. വിദാദൻ സഫിയൻ ഫഹുവ നഹ്ജി വമൗദിഖി. ബഹുമാനപ്പെട്ട ഷിഫാഇന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, യഖാലല്ലഹും മിൻ നൗമത്തിൽ ഗഫ്ല അൻ മഹബ്ബതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ലാ യഗീബു അൻഹും തുർഫത ഐനിൻ. ഇതൊരു ഉണർത്താൻ വേണ്ടി പറഞ്ഞതാണ് സ്വഹാബികളോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഒരു പ്രേമവും ഉണ്ടാകാൻ പാടില്ല. അവരൊന്ന് ഉണർത്തുകയാണ്. യഖാലല്ലഹും മിൻ നൗമത്തിൽ ഗഫ്ലതി അൻ മഹബ്ബതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ലാ യഗീബു അൻഹും തുർഫത ഐനിൻ. ഒരു കണ്ണിൻ്റെ ഇമ വെട്ടുന്ന നേരം പോലും അവർക്ക് അവരെ മഹബത്ത് പിരിയൂല. ആരുമായി? റസൂലുള്ളാഹിയുമായി പിരിയില്ല. അത്രയും പ്രേമായിരിക്കും. അല്ലാഹുമ്മ ഇംലഅ ഖൽബി. ഒരു ദുആയാണ്. എന്ത്? അല്ലാഹുമ്മ ഇംലഅ ഖൽബി ബിനൂരി ഈമാനിക വമഹബ്ബതിക വമഹബ്ബതി നബിയിക മുഹമ്മദിൻ ഹത്താ ലാ യകൂന ഫീഹി മഹല്ലൻ ലിഗൈർ.
അല്ലാഹുമ്മ അല്ലാഹുവേ ഇംല ഖൽബി എൻ്റെ കൽബിനെ നീ നിറക്കണം ബിനൂരി ഈമാനിക്ക നിന്റെ ഈമാന്റെ പ്രകാശം കൊണ്ട് വ മഹബ്ബത്തിക നിന്റെ പ്രേമം കൊണ്ടും നിന്നോടുള്ള പ്രേമം കൊണ്ടും വ മഹബ്ബത്തി നബിയിക്ക നിന്റെ നബിയോടുള്ള പ്രേമം കൊണ്ടും മുഹമ്മദിൻ അല്ലാഹുമ്മ ഇംല ഖൽബി ബിനൂരി ഈമാനിക വ മഹബ്ബത്തിക വ മഹബ്ബത്തി നബിയിക ഹത്താ ലാ യകൂന ഫീഹി മഹല്ലൻ ലിഗൈരിൻ ഹത്താ എത്രത്തോളം എൻ്റെ കൽബിൽ അല്ലാഹുമ്മ ഇംല ഖൽബി ബിനൂരി ഈമാനിക വ മഹബ്ബത്തിക വ മഹബ്ബത്തി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ലാ യകൂന ഫീഹി മഹല്ലൻ ലിഗൈർ ഹത്താ ലാ യകൂന ഫീഹി മഹല്ലൻ ലിഗൈർ ഹത്താ ലാ യകൂന ഫീഹി ആ കൽബിൽ ഉണ്ടാവുകയില്ല മഹല്ലൻ ഒരു മഹല്ലുണ്ടാവില്ല ലിഗൈരിൻ വേറൊരാൾക്ക് വേറെ വസ്തുവിന് അങ്ങനെ നിറച്ചിരുന്നേ. അപ്പോൾ നമ്മൾ ഈ ഒരു ദുആ ഉണ്ടാവണം. അതിൽ എത്തേണ്ടവരെത്തി, നമ്മളെത്തിയിട്ടില്ല. അല്ലാഹുമ്മ ഇംല ഖൽബി ബിനൂരി ഈമാനിക വ മഹബ്ബത്തിക വ മഹബ്ബത്തി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ലാ യകൂന ഫീഹി മഹല്ലൻ ലിഗൈർ ഗൈർ മറ്റൊരാൾ ഹത്താ എത്രത്തോളം ലാ യകൂന ഫീഹി ആ ഹൃദയത്തിൽ ഉണ്ടാവാതിരിക്കുന്നത് വരെ മഹല്ലൻ ഒരു മഹല്ല് ഒരു ഇല്ലാതിരിക്കുന്നത് വരെ നീ നിറക്കണം. ലിഗൈരിൻ വേറൊരാൾക്ക് എൻ്റെ ഹൃദയത്തിൽ ഇടം ഉണ്ടാകരുത്. ആ നിലക്ക് എൻ്റെ ഹൃദയത്തിൽ നീ നബിയോടുള്ള പ്രേമത്തെ നിറച്ചേരണം. അല്ലാഹുതആല നിറച്ചേർത്ത് അറിഞ്ഞു പറയും. അല്ലാഹുതആല നിറച്ചേർത്ത് അല്ലാഹു നിറച്ചു തരച്ച് അല്ലാഹു നിറച്ചു തരച്ച്. ഒന്നുകൂടി ആ ദുആ പറയും. അല്ലാഹുമ്മ ഇംല ഖൽബി ബിനൂരി ഈമാനിക വ മഹബ്ബത്തിക വ മഹബ്ബത്തി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ലാ യകൂന ഫീഹി മഹല്ലൻ ലിഗൈർ. ഒന്നുകൂടി. അല്ലാഹുമ്മ ഇംല ഖൽബി ബിനൂരി ഈമാനിക വ മഹബ്ബത്തിക വ മഹബ്ബത്തി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ലാ യകൂന ഫീഹി മഹല്ലൻ ലിഗൈർ. അല്ലാഹുവേ ഇംല ഖൽബി എൻ്റെ കൽബിനെ നിറച്ചു തരണമേ. ബിനൂരി ഈമാനിക്ക നിന്റെ ഈമാന്റെ പ്രകാശം കൊണ്ട് മഹബ്ബത്തിക്ക നിന്റെ പ്രേമം കൊണ്ടും മഹബ്ബത്തി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ലാ യകൂന ഫീഹി എത്രത്തോളം നിറച്ചിരണം എന്ന് പറഞ്ഞാൽ ആ ഹൃദയത്തിൽ ഉണ്ടാകാതിരിക്കുവോളം എന്തുണ്ടാകാതിരിക്കോളം മഹല്ലൻ ഒരിടം ലിഗൈരിൻ വേറൊരാൾക്ക് എൻ്റെ ഹൃദയത്തിൽ ഒരിടവും ഇല്ലാത്തിടത്തോളം നീ എൻ്റെ ഹൃദയത്തിൽ ഈമാന്റെ പ്രകാശവും നിന്നോടുള്ള പ്രേമവും നബിയോടുള്ള പ്രേമവും മറച്ചിരണം. അപ്പം 3 കാര്യം നടക്കണം. ഒന്ന് ഈമാന്റെ പ്രകാശം, 2 നിന്നോടുള്ള പ്രേമം, 3 നബി. ഇത് സത്യതല്ലോ ഒന്ന് തന്നെയാണ്. ഈമാന്റെ പ്രകാശം എന്നാൽ അള്ളാഹുവിനും റസൂലിനോടുമുള്ള പ്രേമമാണ്. പിന്നെ അതിന് വേറൊരാൾക്ക് കയറാൻ കഴിയില്ല. പിന്നെ അതിൽ വേറെ കയറാൻ കഴിയില്ല. അത്രയേ ഉള്ളൂ. ഇവിടെ ഉള്ളതുകൊണ്ട് ഭാര്യയോട് പ്രേമം ഉണ്ടാകാൻ കാരണം അള്ളാഹിനോട് പ്രേമമുള്ളതുകൊണ്ടാണ്. അള്ളാഹിനെ കൽപ്പന ഓളെ നല്ലോണം നോക്കണം. ഓളോട് പ്രേമം ഉണ്ടായതല്ല. അതായത് ലോകത്ത് പല ആളുകൾക്കും ഉള്ളതല്ല നമ്മുടെ രീതി. ഭാര്യയോട് പ്രേമം വേണ്ടേ? അതെ, ഭാര്യയോട് പ്രേമുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇതാണ്. താഴെ നിലയിൽ നിറച്ച് ലൈറ്റിട്ടാൽ മേലെ നിലക്കും നിലയിലും കണ്ണണ്ടൊക്കെ ഒപ്പിച്ച് നടന്ന് പോവുകയൊക്കെ ചെയ്യാം. പറ്റൂല്ലേ? താഴെ നിലയിൽ ലൈറ്റിട്ടാൽ മേലെ നിലയിലെ മുട്ടുസൂചി കണ്ടുപിടിക്കാനൊന്നും കഴിയൂല. എന്നാലും വാതിൽ പടിമ പോയിട്ട് തല മുട്ടാതെ പോവുകയൊക്കെ ചെയ്യും. അതായത് താഴെ നിലയിലുള്ള വെളിച്ചത്തിൻ്റെ ഒരു ആന്തോളനം മുകളിലേക്ക് വരും. അതന്നെ അള്ളാഹിനോട് നമുക്ക് പ്രേമുണ്ട്, ഭാര്യയോട് പ്രേമുണ്ട്. കാരണം ഭാര്യയ്ക്ക് പ്രേമം കൊടുക്കണം അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട്. അവളെ കൂടെ രാപ്പാർക്കണമെന്ന് അള്ളാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവളുടെ സമ്മതം വാങ്ങണം, തൃപ്തിപ്രകാരം സമ്മതം വാങ്ങണമെന്ന് റബ്ബിൻ്റെ കൽപ്പന ഉണ്ട്. റബ്ബിൻ്റെ കൽപ്പനയാണ് ഇവിടെ വിഷയം.
മനസ്സിലായില്ലേ? റബ്ബിൻ്റെ കൽപ്പനയാണ് അവിടെ വിഷയം, വേറൊന്നുമില്ല. നല്ല മഴ അങ്ങനെ പെയ്യാണ്. ഇപ്പോൾ പറഞ്ഞ് നിങ്ങൾ നീ മഴക്കൊണ്ട് അങ്ങോട്ട് കിടക്കുന്ന ചുമയൊക്കെ അടുത്താഴ്ച ഉണ്ടാവും. എന്തോ ഒരു മഴയാണ് പെയ്യണത്, നിങ്ങൾ ഇവിടെ നിന്ന് ഇരുന്നാണ്, നിങ്ങളൊന്ന് കടന്നാണ്, നിങ്ങളെന്ത് മനുഷ്യനാ ഇങ്ങനെ? ഇതൊക്കെയല്ലേ നമ്മൾക്കൊരു പ്രേമം പ്രകടിപ്പിക്കേണ്ട കാലം. നിങ്ങളിവിടെ കിടക്കുന്ന വണ്ടി ഇവിടെ അറിയും. മുമിൻ അല്ലെങ്കിലോ എന്ത് പറയും? എനിക്കിപ്പോൾ പൂതില്ല, ജുമയ്ക്ക് പോകാൻ തന്നെ പൂതി, പക്ഷെ ഇജ്ജി പറയുമ്പോൾ എങ്ങനെ നീ പോവുക? അപ്പോൾ അവന് അള്ളാഹുവിനോടുള്ള പ്രേമത്തെക്കാൾ ആരെ തിരഞ്ഞെടുത്തു? ഭാര്യയെ തിരഞ്ഞെടുത്തു. ഈമാന്റെ നഷ്ടമാണ്. ഒരാളെ തൻ്റെ ഭാര്യ നരകത്തിൽ കടത്തുന്ന കാലമാണ് ലോകാവസാന കാലം എന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? തുക്കല്ലിഫുഹു ബിമാ ലാ യുതീഖു, അവന് കഴിയാത്തത് അവൾ അവനോട് കൽപ്പിക്കും. ഫയക്സിബു ഹറാമൻ, എന്നിട്ട് ഹറാം ഉണ്ടാക്കേണ്ടി വരും. ഫയദ്ഖുലു നാറ, നരകത്തിൽ കിടക്കും. ഓനാകെ 15,000 റുപ്യ ശമ്പളം. 15,000 റുപ്യ കറണ്ട് ബില്ല് അടക്കണം, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, മദ്രസയിൽ പോകണം, അതിൻ്റെ ഫീസ് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഓൾക്ക് ലിപ്സ്റ്റിക്ക് വാങ്ങണം, മനസ്സിലായാലും ഓൾക്ക് 2GB ഇന്നത്തെ എന്തിന് മനസ്സിലായില്ല നിറച്ചു കൊടുക്കണം, അത് നടക്കണം. പിന്നെ എന്നും ഓൾ പേരൊന്നും ഉണ്ടാക്കില്ല, മന്തിയാണ് ഓൾഡറിൻ്റെ. പാപ്പാക്കും 2 കുട്ടികൾക്ക് പോക്കും 4 ആൾക്കുള്ള മന്തി, ഫുൾ മന്തി വാങ്ങാൻ നടക്കില്ല. അപ്പോൾ 650 റുപ്യ അതിന് കൊടുക്കണം. കറണ്ട് ബില്ല് AC ഇല്ലാതെ കിടക്കൂല. അപ്പോൾ AC അടക്കം ഒരു 5-8 റുപ്യ അങ്ങനെ വരും. മന്തിയോ, മന്തിക്ക് തന്നെ ഒരു 10,000-20,000 റുപ്യ. AC അടക്കമുള്ള വർക്കലിന് അതിനൊരു 8-10 റുപ്യ, അപ്പോൾ 30,000 ആയി. പിന്നെ പോലെ ലിപ്സ്റ്റിക്ക്, കൺമശി, റൂട്ട് സാമാനങ്ങളെല്ലാം കൂടി ഒരു 5-8,000 റുപ്യ കൊല്ലത്തിന് മാസത്തിൽ അത് വരും. അപ്പം എന്തായി? 38,000. പിന്നെ സാധാരണ സർക്കാരിൻ്റെ സ്കൂളിലൊന്നും ഓൾ ചേർക്കൂല, ഓൾ വലിയ ഹൈ ലെവലിൽ സ്കൂളിൽ ചേർക്കുള്ളൂ. PTA പ്രസിഡൻ്റാണ് ഇതുവരെ. ഓളിപ്പം മാനേജറെ കാർ കയറിയിട്ടാണ് ഇവിടെ പേരിൽ വന്നിറങ്ങൽ. അങ്ങനെയാണ്, അങ്ങനെയുണ്ട്. ഒരിക്കലും അഭിമാനമായി ഞാൻ യാത്ര ചെയ്തപ്പോൾ പിന്നെ യാത്രക്കിടയിൽ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ഒരാൾ സംസാര മധ്യേ പറഞ്ഞു, ഇലക്ഷനായാൽ എനിക്ക് എൻ്റെ പെണ്ണുങ്ങളെ കാണാൻ തന്നെ കിട്ടും. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാം കൂടി കഴിഞ്ഞാൽ ഓളെ കാണാൻ കിട്ടും. എന്തുകൊണ്ട്? ഓള് ഇവിടുത്തെ സ്ത്രീകളുടെ ഒക്കെ ഒരു പ്രസിഡൻ്റാണ്. ഓൾക്ക് ഓരോ ദിവസം ഒരു കാറ് വന്നാൽ പിറ്റേ ദിവസം മറ്റേ കാറ്. അത് അഭിമാനത്തോടു കൂടിയാണ് പറയും. ഓളെ കാണാൻ കിട്ടില്ല. പിന്നെ ഞാൻ എപ്പോഴെങ്കിലും ഓള് വന്ന് കാരണം ഒക്കെ ഇലക്ഷൻ ഡ്യൂട്ടിയാണ്, ഫുൾ തിരക്ക്. പിന്നെ എണ്ണിക്കഴിഞ്ഞ് രണ്ടു വൈക്ക് കാണും, എന്നാലേ ഓള് വരുള്ളൂ. ആയിക്കോട്ടെ, പക്ഷെ മനുഷ്യന്മാരോട് പറയുന്നത് ഒരു ചേപ്രത്തരാണെന്ന് പോലും ആ സാധു ചിന്തിക്കണില്ല, മറന്നുപോയി അതൊക്കെ. അതൊന്നും ഞാൻ കുറഞ്ഞ വാക്കുകളെ ജീവിതത്തിൽ മറക്കാത്ത വാക്കുകളുള്ളൂ, അതിൽപ്പെട്ടതാണ്. തീരെ മറക്കൂല. അയാൾ മനുഷ്യൻ മാലിന്യ സെക്രട്ടറിയാണ്, അതോടുകൂടെ ആ മനുഷ്യൻ മാലിന്യ സെക്രട്ടറിയാണ്. എനിക്ക് പറഞ്ഞാൽ മനസ്സിലായി. ഇവിടേക്കുള്ള വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ ഇവിടെ ഇപ്പം എന്താ രാഷ്ട്രീയ നേതാവിനോടോ പ്രസ്ഥാനത്തോടോ ഉദാഹരണം ഇപ്പം പറഞ്ഞ കേട്ടോ, ഉദാഹരണമാണ് ഇപ്പം പറഞ്ഞത്. ഇനി ഇതൊക്കെ മതരംഗത്തും വരും. കുറച്ച് കഴിഞ്ഞാൽ മതരംഗത്തും ഇതിൻ്റെയൊക്കെ ബഹളം വരും. കുറച്ച് നേരം വൈകിട്ടേ വരുള്ളൂ എന്നേ ഉള്ളൂ, ഇതൊക്കെ വരും. എല്ലാം അങ്ങനെയാണ്. സാർവത്രികം. പിന്നെ അത് കുറ്റാണോ തെറ്റാണോ എന്ന് പോലും അറിയില്ല. ഞങ്ങൾ കർഷക കുടുംബം പൊതുവെ. അപ്പോൾ ട്രാക്ടർ കൊണ്ട് പൂട്ടുന്നത് ഇറങ്ങിയപ്പം വല്യപ്പ പറഞ്ഞു, അത് നമുക്ക് നടക്കൂല, അതൊക്കെ വളം അടി പോവും, ട്രാക്ടർ കൊണ്ട് പൂട്ടലൊന്നും നടക്കൂല, മേൽമണ്ണിൽ വളം അടി പോകുന്ന സത്യമാണ്. വല്യപ്പ പറഞ്ഞത് സത്യ. പിന്നെ ഇംഗ്ലീഷ് വളം ഇറങ്ങിയപ്പം നമ്മളെ പാടത്തൊന്നും വേണ്ടാറും സത്യമാണ് പറഞ്ഞു. വല്യപ്പ 100% സത്യ. ഇന്നിപ്പോൾ ട്രാക്ടർ കൊണ്ട് പൂട്ടാതെയും ഇംഗ്ലീഷ് വളം അല്ലാതെയും ഒരു പാഠം നമുക്കാർക്കുമില്ല. എന്തുകൊണ്ട്? വല്യാപ്പ പറഞ്ഞത് അതൊരു കുറ്റമാക്കുന്ന കാലമാണ്. ഇന്നിപ്പോൾ ഇതൊരു കുറ്റമാണോ എന്ന് പോലും നമ്മൾ മറന്നുപോയി. അങ്ങനത്തെ കാലം വരും. പൊരിക്കരിച്ചുമ്പോൾ പെണ്ണുങ്ങൾ പൊരിയില്ലാത്തൊരു കാലം അടുത്ത് വരും. ഓളമേൽ ശകാരിച്ചാൽ പോലും 6 മാസം ശകാരിച്ചതിന് വലിയ ജയിലിൽ കിടക്കേണ്ടി വരും. അവളെ ശകാരിച്ചാൽ ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പോൾ നട്ടപ്പാതിരെ 2 മണിക്ക് കയറി വരുമ്പോൾ വെരി ഗ്ലാഡ് ടു മീറ്റ് യു എന്ന് പറയലാണ് നല്ലത്.
നിങ്ങളെ കാണാൻ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് എന്ന് പറയുന്നത് നല്ലതാണ്. മനസ്സിലായില്ലേ പറഞ്ഞ് ചിന്തിക്കുക. അപ്പം ഇവിടെ എന്തിനേക്കാൾ ഇതൊക്കെയിൽ പെടും. ഒരു മുഅ്മിനായ മനുഷ്യത്തിനോടൊന്നും പ്രേമല്ല, ഭാര്യയോട് പ്രേമല്ല, ഉണ്ട്, അല്ലാഹു റസൂലിൽ ഉള്ളടങ്ങണം. മക്കളോട് പ്രേമല്ലേ, ഉണ്ട്, അല്ലാഹു റസൂലിൽ ഉള്ളടങ്ങണം. വസ്തുക്കളോട് പ്രേമല്ലേ, ഉണ്ട്, അല്ലാഹു റസൂലിൽ ഉള്ളടങ്ങണം. ഇല്ലെങ്കില്ല. ഒപ്പമുള്ള കുട്ടികളെല്ലാം ക്രോപ്പ് വെട്ടി എൻ്റെ ജീവിതത്തിൽ ഓർമ്മയില്ല. അങ്ങനത്തെ സംഭവം എൻ്റെ ജീവിതത്തിൽ ഓർമ്മയില്ല. നമ്മളെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ക്രോപ്പാ മുടി, മുസ്ലിമീങ്ങളെ മക്കളുമാണ്. എന്താ ഇനി അവർ ന്യായം പറയാം? കുട്ടികളല്ലേ, ചെറിയ കുട്ടികളല്ലേ, പ്രായപൂർത്തിയായിട്ടില്ലല്ലോ. പ്രായപൂർത്തിയാകണ്ടേ? നമ്മളപ്പം പഠിക്കുന്ന കുട്ടികളൊക്കെ ക്രോപ്പ് വെട്ടും, നമുക്കത് വെട്ടാൻ പറ്റൂല. എന്തുകൊണ്ട്? നമ്മളെ വാപ്പാക്ക് നമ്മളോട് സ്നേഹമില്ല. ആരോടാണ്? അല്ലാഹ്. അതാ പ്രശ്നം. ഓരോ വാപ്പാക്ക് ഓരോട് സ്നേഹമുണ്ട്, നമ്മളെ വാപ്പാക്ക് നമ്മളോട് സ്നേഹമില്ല. സത്യമാണ്, അത് സത്യമാണ്. നമ്മളെ വാപ്പാക്ക് നമ്മളോട് സ്നേഹമില്ല എന്നുള്ള സത്യമാണ്. എന്തിലുള്ളടങ്ങിയ സ്നേഹമുള്ളൂ? അള്ളാഹുവോടും റസൂലിനോടും ഉള്ളടങ്ങിയ സ്നേഹമുള്ളൂ. ഇനി ആർക്കപ്പോൾ അള്ളാഹിനോട് റസൂലിനോട് ഉള്ളടങ്ങിയ സ്നേഹം എന്താ? നിങ്ങൾ പറയും, എന്ത് സ്നേഹമുള്ളത്? നമ്മളിപ്പോൾ കുട്ടികളോട് നമുക്ക് സ്നേഹം ഉണ്ട്, അള്ളാഹിനോട് സ്നേഹമില്ല. നിസ്കരിക്കണേ നമുക്കില്ല. ഞാൻ ഒറ്റ ഉദാഹരണം കൂടി കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇന്ന് 5 വക്ത് നിസ്കരിച്ച് തൊപ്പിയിട്ട് തലയിൽ കെട്ടി തൊപ്പിയിട്ട് നന്നായാൽ നടക്കുന്നത് നാട്ടുകാർ നന്നാക്കാൻ നടക്കുന്നത്. നാട്ടുകാർ നന്നാക്കാനാണ് നമ്മൾ നടക്കുന്നത്. ഒരാൾ ജമാഅത്തിന് വന്നിട്ടില്ല, നമുക്ക് ഇടങ്ങാറാണ്. മോൻ്റെ അടുത്ത് പോയി ജമാഅത്തിന് വരണം, അത് ഇതൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊടുത്ത് ഒരു മുട്ടായി വാങ്ങിക്കൊടുത്തിട്ടെങ്കിലും ജമാഅത്തിന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നമ്മൾ കൊണ്ടുവരും. നല്ല കാര്യമാണ്. അങ്ങനെ തന്നെ വേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. ജമാഅത്തിന് ആൾ പറഞ്ഞാൽ നമുക്ക് ബേജാറായി, ജുമാക്ക് ആൾ പറഞ്ഞാൽ ബേജാറായി. അങ്ങനെ തന്നെയാണ് വേണ്ടത്. നല്ല മനുഷ്യന്മാർ തന്നെയാണ് ഞാൻ പറയുന്നത്. 100% നമ്മൾ നല്ല മനുഷ്യന്മാർ തന്നെയാണ്. എന്നാലും ഞാൻ പറയണം, മക്കളെ മദ്രസ പഠിപ്പിക്കുന്നുണ്ട്, സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്, ശമ്പളം കാര്യം മദ്രസ കമ്മിറ്റി എല്ലാം ഉഷാറാണ്. അപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ വിചാരിച്ചു പോവും നമുക്ക് അള്ളാഹിനോട് സ്നേഹമുണ്ട്, പള്ളി മദ്രസ ഒക്കെ ശരി. നമ്മളെ വീട്ടിൽ നമ്മൾ ഈ കുട്ടിയൊക്കെ കൊടുക്കുന്ന ഭക്ഷണം, അതിനെപ്പറ്റി മാത്രം ഒന്ന് പറയാം. മാത്രം നമ്മളെ കുട്ടികൾക്ക് ഇന്നൊരു കോഴി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? കോഴിപ്പിടിക്ക് വിളിച്ചറിയും, ഇതിനെ ഒരു കോഴിനെ കൊടുത്തേക്ക്. എത്ര വേണ്ടിയതാ? 2 കിലോ കോഴിനെ കൊടുത്തേക്ക്. ഭാര്യനോട് മറ്റേ പിടിക്ക് വിളിച്ചറിയും, 2 കിലോ നെയ്ച്ചോറിൻ്റെ അരി ഭയങ്കര സാധനങ്ങളൊക്കെ കൊടുത്തേക്ക്. ആണോ? അല്ലേ? നമുക്കെന്ത് ലീവാണ്, നമുക്കെന്ത് എവിടേക്ക് പോകാനൊന്നുമില്ല, നമുക്കെന്ത് ലീവാണ്. പാർസലായിട്ട് വരും, വലിയ ഒരു കുറ്റി വലത്തൊരു സാധനം, പാർസലിൻ്റെ വണ്ടികളാണ് നാടാകെ പായുന്നത്. പുതിയ ഓരോ വിഭാഗങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾക്ക് അസോസിയേഷൻ ഉണ്ടാവും. ഇവിടെ ആളുകൾ കുറയും, സംഘടനകൾ കൂടുകയും ചെയ്യും. കാരണം ഓരോന്നിനും മനസ്സിലായി. ഇപ്പോൾ പുതിയ കഴിഞ്ഞ 2 കൊല്ലത്തിനുള്ളിൽ പുതിയൊരു സംഘടന വന്നു. എന്ത്? പാർസൽ അസോസിയേഷൻ. അതിൻ്റെ അപ്പോൾ ഇവരിങ്ങനെ വരികയാണ് പൊരയിലേക്ക്. അപ്പോൾ എൻ്റെ കൊണ്ടിരുന്ന ഇറച്ചുണ്ട്, കോഴിയിറച്ചി. ഈ കോഴിയിറച്ചിൻ്റെ അവസ്ഥ എന്താ? ഈ കോഴി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി ഇറച്ചിയെന്ന് എന്തുറപ്പുള്ളത്? പറഞ്ഞു മതി. കടയിൽ നിൽക്കുന്നത് ഒരു ബീഹാരിയാണ്. അവൻ്റെ പേര് സിറാജുദ്ദീൻ അമീനുദ്ദീൻ. ചിലപ്പോൾ അവൻ വാളയാർ ചുരം ഇറങ്ങിയപ്പോൾ ഇട്ട പേരിരിക്കും, അമീനുദ്ദീൻ സിറാജുദ്ദീൻ. എന്താ പണിക്കനുസരിച്ച് പേര് മാറ്റാം. കാഞ്ഞങ്ങാട് വേറൊരു പേര്, എറണാകുളത്ത് വേറൊരു പേര്, മുത്തത്ത് വേറൊരു പേര്. എന്താ പണിക്കനുസരിച്ച് പേര്. അങ്ങനെയാക്കാലോ. എന്ത് കിട്ടും? അപ്പാനും മാനും വരെ കിട്ടുന്ന കാലത്ത് പേരിട്ടില്ല. ഇവനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഉയർക്കുന്നത്. ഇനി മുസ്ലിമാന്നെ വെക്കാം, ഒന്ന് കോഴിൻ്റെ എന്തിനാ അമ്മ അറിയാം. അപ്പോൾ പള്ള നിറച്ച് നമ്മൾ കുട്ടികൾക്ക് എന്ത് കൊടുക്കും? കോഴിയിറച്ചി ബിരിയാണിയും കൊടുക്കും. നമുക്ക് മക്കളെ സ്നേഹമുണ്ട്. ആരെ സ്നേഹമില്ല? അള്ളാഹിന് സ്നേഹമില്ല.
അള്ളാഹുവിന്റെ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കും. പഴയ കാലത്തെ മനുഷ്യന്മാർക്ക് നമ്മളത്ര ജമാഅത്തില്ല, പക്ഷെ ഒരു അള്ളാഹുവിന്റെ സ്നേഹമുണ്ട്. അവരെന്നെ കോഴിയിറക്കൂല. കാരണം നമ്മളെ ഷർത്തും പറഞ്ഞു എവിടെയെങ്കിലും ഒന്നും മിസ്റ്റേക്കായി ഹറാമായി പോയാലോ, ഒരു ഹറാമായ രക്തം തടി കയറിയ കഴിഞ്ഞ്, അതുകൊണ്ട് എന്ത് ചെയ്യും, അതിന് മൊല്ലാക്കൊക്കെ അണച്ചു കൂട്ടിയൊരു കത്തിണ്ടാവും. ഇതെല്ലാം എൻ്റെ നാട്ടിലുണ്ടായിരുന്നു ഇല്ലേ? പറയും മനുഷ്യന്മാരെ, എല്ലാ നാട്ടിലും ആരുണ്ടായിരുന്നു മൊല്ലാക്ക. നമ്മളെ ബാപ്പ മൂല്യരായിട്ടും ആചാരായിട്ടും നിയമങ്ങളൊക്കെ പഠിച്ചിട്ടും ഈ മൊല്ലാക്കാനേക്കാൾ കിതാബ് ഓതിയിട്ടുണ്ട് വാപ്പ. എന്നിട്ടും അതിൻ്റെ വക്കാറസയ്ക്ക് താടിയൊക്കെ നരച്ച ഒരു വയസ്സനായ മനുഷ്യ പള്ളിക്ക് അയാൾക്ക് അതിനുള്ള കത്തിയുണ്ട് അയാളത്ത്. ഇവരെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? എന്തെങ്കിലും മൊല്ലാക്കാൻ്റെ കീശയിലിട്ട് കൊടുക്കാൻ കഴിവുള്ളവരാണ് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് വിളിക്കുക. അപ്പം മൊല്ലാക്കാർ 10 രൂപ കീശയിലിട്ട് കൊടുക്കും. അതല്ല എങ്കിൽ, അങ്ങനെ കൊടുക്കാൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവമല്ലേ? ഒരു സഞ്ചിയിൽ കോയിനിട്ടിട്ട് എവിടേക്ക് പോവും? പള്ളിയിലേക്കും മദ്രസയിലേക്കും ചെന്നിട്ട് ഉസ്താദേ നിർത്തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലൊക്കെ ഇതും നിർത്തേരി മച്ചി പറഞ്ഞാണ്. എന്നിട്ട് അവിടെ മൂപ്പരെ അവുന്ന് കഴിക്കണവരെ നമ്മളടക്കും. മൂന്നിപ്പോൾ പായ വിരിച്ച് കഴിഞ്ഞവരെ അടക്കും. എന്തേ നിന്നിട്ടില്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പര് ഒന്ന് കൊടുത്ത് വന്നാണ്ട് എന്ത് ചെയ്യും? ആർക്കും അത് നമ്മൾ കഴിക്കും. ആ ചോര ഹലാലായിരിക്കും. പൈസ ഹലാൽ തന്നെ കോഴിയോ? പൈസ ഹലാൽ തന്നെ കോഴിയോ? അപ്പൊ ഇന്ന് നമ്മൾ ഉദാഹരണം പറഞ്ഞു, നമ്മളെ ഉദാഹരണം ഇത് ഞാൻ അതല്ല കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഹോട്ടലിൽ കയറി ഞാനും കുറച്ച് ആളുകളുമുണ്ട്. കുറച്ച് ആളുകളുണ്ട്. തമിഴ്നാട്ടിലൊരു ഹോട്ടലിൽ കയറി യാത്രയില്ല. കുറച്ച് ആളുകളുണ്ട് കൂടെ. അപ്പോൾ പിന്നെ ഭക്ഷണം എന്താണ്, ചിക്കൻ ഉണ്ട്, മറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞു. ചിക്കൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഞാൻ അവരോട് പോയി ചോദിക്കാൻ പറയും, അത് ഹലാലായി അർത്ഥം നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇത് ചോദിക്കാൻ പറഞ്ഞ എന്നതിൻ്റെ പേരിൽ ആ സംഘത്തിൽ മുറുമുറുപ്പുണ്ടായി. അതൊക്കെ ഇപ്പം എല്ലായിടത്തും നടക്കുമോ? ഷവർമ തിന്നാ കുഴപ്പമില്ല, ഷവർമ തിന്നാ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഷവർമയിൽ മിനിഞ്ഞാനത്തെ ഇറച്ചിയാണ് കൊണ്ടാണ് ഷവർമ ഉണ്ടാക്കിക്കണമെങ്കിൽ കുഴപ്പമുണ്ടോ? മനസ്സിലായില്ല? എന്താണ് പറയുന്നത്? ഷവർമ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഷവർമ, ഞാൻ പറഞ്ഞ ഹെൽത്ത് വകുപ്പ് പറയണല്ല. ഹെൽത്ത് പിടിക്കും എപ്പോൾ? പഴകിയ എന്താണ് പഠിച്ചോനെ, ജിബ്രീൽ പിടിക്കൂല, ഹെൽത്ത് പിടിക്കും. എന്ത്? ജിബ്രീൽ, മീക്കായിൽ, ഇസ്രാഫീൽ, അസ്രായിൽ ഇവര് പിടിക്കൂല പഴകിയ ഇറച്ചിയായാൽ. നിങ്ങളെ സൗകര്യം, ഞങ്ങളെ ട്യൂഷൻ ചെയ്യുന്ന ശിക്ഷ പറയുണ്ടാവും. അതല്ല, പഴകിയ ഇറച്ചിയാണെങ്കിൽ പോലീസ് പിടിക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? പഴകിയ ഇറച്ചിയാണ് ഇവിടെ, അതല്ല പ്രശ്നം. പഴകിയ ഇറച്ചിയാണെങ്കിൽ ഹെൽത്ത് പിടിക്കും. അതേ സമയത്ത് ഹലാലായി അറുത്തിട്ടില്ലെങ്കിൽ ഹെൽത്ത് പിടിക്കോ? അത് മുഅ്മിനീങ്ങൾ പിടിക്കുള്ളൂ. അപ്പൊ എന്താ വിഷയം? ഷവർമ എന്താണ്? ആദ്യം ഷവർമക്കാരനോട് എന്ത് ചോദിക്കണം? എന്ത് ചോദിക്കണം? ഞാൻ അങ്ങനെ അല്ലാത്തൊരു ഷവർമ കഴിച്ചിട്ടില്ല. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ യാത്രയിലാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ വരുന്ന സൈനു അടക്കമുള്ള ആളുകളുണ്ട്. അപ്പോൾ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുമില്ല. എന്നാൽ നമുക്ക് ഷവർമ കഴിക്കാം, കുഴപ്പമില്ല. പക്ഷെ എന്ത് വേണം? ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അവിടുത്തെ ആളെ എനിക്കൊന്ന് ബോധ്യപ്പെടണം, ഒരു ഈമാൻദാരിയെന്ന് എനിക്ക് കണ്ണിൽ തോന്നണം. എന്നിട്ട് ഓനോട് പോയി എന്ത് കഴിക്കണം? ജലാലായി ഇവനുണ്ട്, ഇതാണ് സൈനു. ഇവനുണ്ട് ചോദിക്കി, ഇവനുണ്ട് ഇന്നലെ യാത്രയിൽ. അപ്പോൾ എൻ്റെ നമുക്കൊരു ഷവർമ കഴിക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഷവർമ കഴിക്കാം, പക്ഷെ എന്ത് വേണം? അത് ഹലാലായി അറുത്ത ഇറച്ചിയാണെന്ന് ഉറപ്പുണ്ടാവണം. അവർ പറയണം അത് ഹലാലാണ് ഉസ്താദെ, മതി. ബാക്കി വയസ്സാബ് വേണമല്ലോ, ബാക്കി നമ്മൾ അള്ളാഹ് കിട്ടും. നമ്മളത് പറയണം. അതെങ്ങനെ ചോദിക്കണം? നമുക്ക് ചോദ്യമുണ്ടോ? എവിടെയാണോ മൈനസ് കൂടുതൽ തട്ടിത്തരുന്നത്? മനസ്സിലായില്ല? എവിടെയാണോ ആ വെളുത്ത മൈനസ് കൂടുതൽ തട്ടിത്തരുന്നത് അവിടുന്ന് കുടിച്ചു തിന്നു. പിന്നെ നിസ്കരിക്കണം എന്തിനാ? ഇപ്പം എന്തിനാ നിസ്കരിച്ചു? എനിക്ക് നിസ്കാരം ലാഭം കിട്ടുകൂടെ?
അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു സാധനം വയറ്റി കയറ്റിയിട്ട് പിന്നെ എന്തിനാ നിസ്കരിച്ച്? ഇന്നത്തെ കോഴി തിന്നിട്ട് എന്തിനാ നിസ്കരിക്കണം? ആ കോഴി എന്തെന്നുള്ള ചർച്ച വിട്ട് അത് ഞാൻ വിടുന്നു, അതിനെപ്പറ്റി വേറെ പറയണം, പോട്ടെ. അത് കോഴിയാന്ന് തന്നെ സങ്കല്പിക്കുക, അത് കോഴിയാന്ന് തന്നെ വെക്കുക, കുഴപ്പമില്ല, അത് കോഴിയാന്ന് തന്നെ വെക്കണം, ആയിക്കോട്ടെ, ശരി. അതിനറിവില്ല, അതിനറിവാണ്. അതെന്താ സാധനം, അതെന്താണ് സാധനം, എങ്ങനെ അർത്ഥം, ഇതെങ്ങനെ അറിവുണ്ടോ? ഇന്ന് നമ്മൾ കഴിക്കുന്ന കോഴിയിറച്ചിയിൽ 90% എങ്ങനെയാണ് അർത്ഥം നമുക്ക് ഉറപ്പുണ്ടോ? പരിശുദ്ധ ഇസ്ലാമിൽ ഇതിൽ നിയമമുണ്ടോ? ഇല്ലേ? ഇല്ലെങ്കിൽ അത് ഹറാമല്ലേ കുട്ടി? പിന്നെ അത് കട്ടെടുത്ത മുതൽ പോലെ തന്നെയല്ലേ? ഹറാമല്ലേ? ഹറാമിൻ ഏതൊരു മനുഷ്യ മാംസത്തിലും ഹറാമ് കയറിയിട്ടുണ്ടെങ്കിൽ ആ ശരീരത്തിനോട് നരകത്തിനാണ് ബന്ധം, സ്വർഗത്തിനല്ല. മുത്തനബി പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഇത് ചിന്തിക്കും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കാണ് ഇപ്പം നമുക്ക് ചിന്തയുള്ളത്? അതിന് കഴിയില്ലേ? കല്യാണം കുറക്കാം, 10,000 ആളെ കല്യാണം, കോയിറച്ചി നമുക്ക് ക്ലിയർ ഉറപ്പില്ല. എത്രയും ആളുകൾക്ക് പിന്നെ ഷർത്തനുസരിച്ച് അറക്കാൻ കഴിയൂല. എന്നാൽ കല്യാണം ചുരുക്കുക, കല്യാണം വലുതാക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ലല്ലോ. പൈസ ഉണ്ട്, സംവിധാനമില്ല. പൈസ ഉണ്ട്, സംവിധാനമില്ല. ഇവിടെ നമ്മൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? ഈ ഭൗതിക വസ്തുക്കളെ. ആരെക്കാൾ? അള്ളാഹുവിനേലും റസൂലിനേക്കാൾ. അവിടെ നമ്മൾ കുട്ടികളെ സ്നേഹിക്കണം, അള്ളാഹിനെ സ്നേഹിക്കാതെയാണ്. അള്ളാഹിന്റെ സ്നേഹത്തിലാണ് കുട്ടികൾ ഉള്ളതെങ്കിൽ ഇവിടെ കുട്ടികളോട് എന്താ പറയുക? മക്കളെ, നമ്മൾ ഷവർമ്മ ഒന്നും പറ്റൂല. അങ്ങനെ പോയപ്പോൾ പല പീഡിയനോടെയും നിർത്തി, അവരോട് പോയി ചോദിച്ചു, ഒരു തലത്തിൽ ചോദിച്ചു. അപ്പോൾ കുട്ടികൾ മുറുമുറുക്കും ബേക്കെന്ന് ഇതൊക്കെ ഇപ്പോൾ നോക്കിയാൽ നടക്കുമോ? അപ്പം നമുക്ക് എന്ത് പറയാം? മക്കളെ, പല കുട്ടികൾ ഷവർമ്മ തിന്നണ്ട, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത വേണ്ട. അപ്പം ഈ ഒറ്റപ്പെടും വീട്ടിൽ, ആയിക്കോട്ടെ, അന്നൊരു പുറത്താക്കും, വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ അത്ര എനിക്ക് സന്തോഷമുള്ള വിഷയം വേറെ ഉണ്ടാകരുത്. എനിക്ക് സ്വാതന്ത്ര്യം കിട്ടും. പിന്നെ എനിക്കായി എൻ്റെ കാര്യം അള്ളാഹിനോട് പറയാൻ പക്ഷേ എൻ്റെ മതി. എൻ്റെ പെരിന്ന് പോന്നു, പെണ്ണുങ്ങൾ കുട്ടികൾ പുറത്താക്കി. നമ്മെ സുഖം ആരും അറിയാതെ അള്ളാഹു തആലക്ക് ഇബാദത്ത് എടുക്കാൻ പറ്റിയ എത്രയോ സ്ഥലം എനിക്കറിയും. പോകാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നിങ്ങളെല്ലാം കൂടി ഞാൻ പുറത്താക്കാത്തതുകൊണ്ടാണ്. ഇപ്പം പൗതി മുക്കാലും പുറത്താക്കി കഴിഞ്ഞു. ഇനി പേർക്കാരും കൂടി പുറത്താക്കിയ റായത്തിൽ പോകാം. പിന്നെ ആരും അറിയില്ല എവിടെയാണ്, ആരും അറിയാൻ. എൻ്റെ നമ്മളെ കണ്ടിട്ട് കാസിമുണ്ടായല്ലോ, കണ്ടായിരുന്നു, പിന്നെ മൂപ്പരക്കണ കാണാതായി, എന്തോ എല്ലാം രക്ഷപ്പെട്ടു. നിങ്ങൾ ചിന്തിക്കുക, കുട്ടികളെ ഭാര്യ, അതാണല്ലോ വിഷയം, അതല്ലല്ലേ നമ്മുടെ വിഷയം. അതാണ് നമ്മുടെ വിഷയം. അള്ളാഹിന്റെ പ്രേമല്ലേ വലിയ കാര്യം. അള്ളാഹിന്റെ കൽപ്പന വരുന്ന പ്രതീക്ഷിച്ച് നിന്നോളി എന്ന് പറഞ്ഞു. അള്ളാഹിന്റെ ശിക്ഷ വരും. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഇത്തരം തമ്മാടികൾക്ക് ഒരിക്കലും അല്ലാഹു തആല ഹിദായത്ത് നൽകുകയില്ല. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹുവിനെ പരിഗണിക്കാതെ മറ്റുള്ളതിനെ പ്രേമിച്ചാൽ ആ വ്യക്തികളെ, അതായത് അള്ളാഹിനോടും റസൂലിനോടുമുള്ള പ്രേമത്തെക്കാൾ നിങ്ങൾക്ക് മക്കളോടോ മറ്റുള്ളോ പ്രേമമുണ്ടായാൽ അത്തരം തമ്മാടികൾക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ എന്താ? അല്ലാഹുമ്മ ഖൽബി ബിനൂരി ഈമാനിക വമഹബ്ബതിക വമഹബ്ബതി നബിയിക മുഹമ്മദിൻ ഹത്താ ലാ യകൂന ഫീഹി മഹല്ലൻ ലിഗൈർ. ആ ദുആ ഒന്നുകൂടി പറയും. اللهم املأ قلبي بنور إيمانك ومحبتك ومحبة نبيك محمد حتى لا يكون فيه محلا لغير. ഒന്നും കൂടെ اللهم املأ قلبي بنور إيمانك ومحبتك ومحبة نبيك محمد صلى الله عليه وسلم حتى لا يكون فيه محلا لغير. അല്ലാഹുവേ ഇംല ഖൽബി, എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിറച്ചിരണം. ബിനൂരി ഈമാനിക്ക, നിന്റെ ഈമാന്റെ പ്രകാശം കൊണ്ട് നിറച്ചിരണം. മഹബ്ബത്തിക്ക, നിന്നോടുള്ള പ്രേമം കൊണ്ട് നിറച്ചിരണം. മഹബ്ബത്തി നബീക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രേമം കൊണ്ടും നിറച്ചിരണം. ഇത് മൂന്നും ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ ഈ അവസാന വിശദീകരണം പറഞ്ഞു. ഇത് മൂന്നും ഒന്നാണ്. നൂറുൽ ഈമാൻ ഉണ്ടായാൽ മഹബ്ബത്തുള്ള ഉണ്ടാവും. അപ്പോൾ മഹബ്ബത്ത്
മഹബത്തുള്ളയും മഹബത്തുൽ റസൂലുള്ളയും ആണ് എന്ത് നൂറുൽ ഈമാൻ. പിന്നെ അവിടെ ഹത്താ ലാ യകൂന ഫീഹി മഹല്ലൽ ലിഗൈർ, പിന്നെ അവിടെ വേറെ ആൾക്ക് ഒരു സ്ഥാനം അവിടെ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ അവിടെ ഉണ്ടാകുകയില്ല, ഒന്നിനും വിഷയമാവില്ല. നാട്ടുകാരെന്ത് പറഞ്ഞു, നാട്ടുകാരെന്ത് പറഞ്ഞാൽ ഓനൊരു കടുംപിടുത്തക്കാരന്. ആയിക്കോട്ടെ കടുംപിടുത്തക്കാരന്. കല്യാണം അന്വേഷിച്ചപ്പോൾ വന്നപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു കടുംപിടുത്തക്കാരനാണ്, എന്നാൽ ഓന് കിട്ടിക്കണ്ട. എന്തിനാ അവൻ കടുംപിടിക്കണത് അത് ചോദിച്ചില്ല. അവൻ ശരിയാത്ത നിയമം കർശനാണ്, അതാണ് എല്ലാവർക്കും, അതാരും ചോദിച്ചില്ല. മനസ്സിലാണ്ടോ? അങ്ങനെ അത്തരം ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കില്ല. വലിയ കടുംപിടുത്തക്കാരനാണ്, എല്ലാവർക്കും പറയും കടുംപിടുത്തക്കാരൻ. എന്താ കടുംപിടുത്തം? കുട്ടികളും ഭാര്യയും കൂട്ടും കുടുംബം ഒക്കെ ദീനനുസരിച്ച് ജീവിക്കണമെന്നവൻ ആഗ്രഹിക്കും. കാരണം അത് അള്ളാഹിൻ്റെ പ്രേമത്തിൽപ്പെട്ടതാണ്. അള്ളാഹ്ക്ക് ഇത് ഇഷ്ടമുണ്ടാവില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തവന് ഇഷ്ടമുണ്ടാവില്ല.